അഭിജിത്ത്, ഇന്നിപ്പോൾ അവിടെ ക്ഷേത്രം ഭാരവാഹി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വേണ്ടി ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വർണം പൂശിയ വസ്തുക്കൾ അവിടെ എത്തിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അവിടെയുള്ള നേരത്തെ റഹീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ പല ധനികരായ ഭക്തരെയും ആകർഷിക്കുക എന്നതൊക്കെ ആയിരിക്കുമോ ഇയാൾ ലക്ഷ്യമിട്ടത്? തീർച്ചയായും വിനീത, അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് വിജിലൻസിനുള്ള സംശയം, ചില കണ്ടെത്തലുകളൊക്കെ വെളിപ്പെടുത്തുകയാണ്, അതൊക്കെ ബലപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വന്ന ചില വെളിപ്പെടുത്തലുകൾ. അതായത് ചില സ്വർണം പൂശിയ വസ്തുക്കൾ അത് ശബരിമലയിലേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരു ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിവിടെ പൂജ നടത്തിയിട്ടുണ്ട്, ഭക്തജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ചില ലക്ഷ്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു. അത് സാമ്പത്തിക ലക്ഷ്യങ്ങളാണോ എന്നതൊക്കെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കൂടി തെളിയേണ്ടതാണ്. പക്ഷേ ഏതായാലും അങ്ങനെയൊരു കൃത്യം, അങ്ങനെയൊരു ചടങ്ങുകൾ, അങ്ങനെയൊരു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നടത്തി എന്നുള്ള കാര്യത്തിന് ഏതായാലും സ്ഥിരീകരണം വരികയാണ്. ഈ സംഭവം സമാനമായ രീതിയിലാണ് വിനീത ഉണ്ടായിരിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടേക്ക് ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വർണം പൂശിയ ഒരു വസ്തു എത്തിക്കുന്നു, അതിവിടെ പൂജ നടത്തുന്നു. ശേഷം ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയാണ്. അത് ഈ ക്ഷേത്രം ഭാരവാഹികളൊക്കെ അത് പറയുന്നുണ്ട്. കാരണം ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ്, മലയാളികളൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ശ്രീരാംപുരയിലെ ശ്രീ അയ്യപ്പ സ്വാമി ടെമ്പിൾ. അപ്പോൾ അവിടേക്ക് ശബരിമലയിലേത് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരുമ്പോൾ സ്വർണം പൂശിയ, അതും ശ്രീകോവിലിന്റെ വാതിൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സാധനം, ഒരു വസ്തു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇവർക്കൊക്കെ വലിയ വിശ്വാസമുണ്ടാകും. അങ്ങനെ ഇവിടെ വെച്ച് അതിന്റെ പൂജ നടക്കുന്നു, അത് ഭക്തർക്ക് കാണാനുള്ള അവസരം ഒരുങ്ങുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അത് പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. താനാണിത് സ്പോൺസർ ചെയ്തത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രം ഭാരവാഹികളോട് പറഞ്ഞത്. അത് നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുമാണ് ഇവരെ അറിയിച്ചിരുന്നത്. ഏതായാലും അത് അങ്ങനെ കഴിയുന്നു. അപ്പോൾ തീർച്ചയായും ഇതിനു പുറകിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനി ഏതെങ്കിലും സാമ്പത്തികമായ ഇടപാടിൻ്റെതാണോ, ഈ ധനികരെയൊക്കെ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി ലക്ഷ്യം വെച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചില സാധനങ്ങൾ അത് ബംഗളൂരുവിലേക്ക് കൊണ്ടുവരുന്നു, അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ശരി, ഏതായാലും അത് സംബന്ധിച്ച അന്വേഷണവും ദേവസ്വം വിജിലൻസ് ബംഗളൂരുവിൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുകയാണ്. പ്രവീൺ, ഇന്നിപ്പോൾ അഭിജിത്തുമായി സംസാരിച്ചപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹ സ്പോൺസറായിട്ടുള്ള അനന്തപത്മനാഭൻ പറയുന്നത് ചെമ്പുപാളികളാണ് അറ്റകുറ്റപ്പണിക്കായി ഏറ്റുവാങ്ങിയത് എന്നതാണ്. അങ്ങനെയെങ്കിൽ വലിയ ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ പാളി എവിടെ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ബലപ്പെടുന്നു എന്നുള്ളതാണ്. വിനീത, ഈയൊരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ളത് വിജയ് മല്യ 99 സമർപ്പിച്ച ആ ഒരു സ്വർണം, അതിൻ്റെ കണക്ക്, അതിൻ്റെ രേഖകൾ ദേവസ്വം ബോർഡിൻ്റെ പക്കൽ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു രേഖയുണ്ടെങ്കിൽ ദേവസ്വം വിജിലൻസ് അത് കണ്ടിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രസക്തി ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 99 വിജയ് മല്യ ഈ ഒരു സ്വർണം സമർപ്പിക്കുകയും അത് ശ്രീകോവിലിൻ്റെ മുകൾ വശവും ഒപ്പം തന്നെ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിലും അത് പൊതിയുകയാണ് ചെയ്തത്, പൂശുകയല്ല പൊതിയുകയാണ് ചെയ്തത് എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് 99 ശേഷം ഈ പറയുന്ന 2019 വരെ ആ സ്വർണം അവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമതൊരു ചോദ്യം, 2019 ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു. അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ അതിന് നിറം മങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിന് കൂടുതൽ തിളക്കം വരുത്താൻ അത് സ്വർണം പൂശേണ്ടി വരും. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുകയും പിന്നീട് ഈ തന്ത്രിയുമായൊക്കെ ആലോചിച്ച് അതിനുശേഷം ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയും ചെയ്തത്. അങ്ങനെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം അത് തിരികെ സ്വർണം പൂശി കൊണ്ടുവയ്ക്കുന്നു. ഇനിയാണ് പ്രസക്തമായിട്ടുള്ള മറ്റ് രണ്ട് കാര്യങ്ങളുള്ളത്. അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതായത് 2019 അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിനോട് നമ്മൾ ഇക്കാര്യം ആവർത്തിച്ച് ചോദിച്ചു. അതായത് 2019 ഈ സ്വർണം, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊണ്ടുപോകുമ്പോൾ അത് സ്വർണ്ണമായിരുന്നോ അതോ ചെമ്പായിരുന്നോ? പക്ഷേ വ്യക്തതയില്ലാത്ത മറുപടിയാണ് A. പത്മകുമാർ പറയുന്നത്. അദ്ദേഹം രണ്ട് സാധ്യതകൾ പറയുന്നു. ഒന്ന്, അത് സ്വർണ്ണമായിരുന്നിരിക്കാം. രണ്ടാമത്, അദ്ദേഹം നോക്കിയപ്പോൾ ചെമ്പ് പാളികളാണ് കണ്ടത് എന്ന് പറയുന്നു. പക്ഷേ രേഖകളിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി കൊടുത്ത ഒപ്പിട്ട രേഖപ്രകാരം അത് ചെമ്പ് പാളി ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത്, 1999 വിജയ് മല്യ അവിടെ സ്വർണം പൊതിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ആ പൊതിഞ്ഞ സ്വർണം എവിടെയാണ്?
ഇനി 2019 ശേഷം ഇപ്പോഴും വീണ്ടും ഇത് സന്നിധാനത്തിന് പുറത്തേക്ക് ഇത് സ്വർണം പൂശുന്നതിനെ കൊണ്ടുവരുന്നു, പിന്നീട് തിരികെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നേരത്തെ കൊടുത്ത സ്വർണം എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ഇനി വിജിലൻസ് സംഘം കണ്ടെത്തേണ്ടത്. ഏതായാലും അതിനുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ്. വിനീത.